അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായിട്ടില്ല. ദൈവത്തിൻ്റെ പ്രകാശം പരത്തുവാനായിട്ട് ഗോഡ്സ് വേ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33:14 ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പിതാവായ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം അരുളുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുക? ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം പകരുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം അരുളുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥന ഗാനം നമുക്ക് ചേർന്ന് പാടിക്കൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് കൂടുതൽ അനുഭവിച്ചറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, പാടാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. എന്താ പറയുക? ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി കരയണോ? ഇനി വിഷമിച്ചിരിക്കണോ? കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ വലതുകര ഒരുത്തിരി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും അറിയാമായിരുന്നു? അറിയാം. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ അനുഭവിച്ചറിയാൻ നമുക്ക് ഒരിക്കൽ കൂടി പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം തരുന്ന സർവശക്തനായ ദൈവം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൂടെ പഠിക്കുന്നവർ നമ്മെ പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും എല്ലാം നമുക്കൊരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം അരുളുകയും ചെയ്യും എന്നരുളിച്ചത് മോശയോട് പറഞ്ഞ ദൈവം ഇന്ന് എന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. കണ്ണുകളടച്ച് പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ സ്നേഹത്തെ കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് ചേർന്ന് പാടാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനേ
നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോയുടെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത നാഥൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദിയുള്ള ജീവിതമായി മാറട്ടെ നമ്മുടേത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചവൻ്റെ വചനം ശ്രവിക്കാൻ നമുക്ക് ഒരുങ്ങാം. വചനം സ്വീകരിക്കാൻ ബോണി ബ്രദറിനെ നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാട്ടിലൂടെ കേട്ടു, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട എന്ന്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഞാൻ പറഞ്ഞു തരുന്ന ഒരു ചെറിയ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുപറയാം. കർത്താവായ യേശുവേ, അങ്ങാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങെപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ണുകൾ തുറക്കാം. ഇത് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടു. വളരെ സുന്ദരമായൊരു കുഞ്ഞ് ചിത്രം. അതിങ്ങനെയാണ്: ഒരു റെയിൽവേ പാലം, ട്രെയിൻ പോകുന്ന ഒരു റെയിൽവേ പാലം. ഇതിൻ്റെ പ്രത്യേകത, ട്രെയിൻ പോകുമ്പോൾ ഇത് കൂടി യോജിക്കും, ട്രെയിൻ വരാത്തപ്പോൾ മാറിപ്പോകും. അപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് റെയിൽവേയിൽ ഒരു ജോലിക്കാരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു മോനും ഭാര്യയുമായിട്ട് അദ്ദേഹം അതിനടുത്ത് തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഒരു ദിവസം ട്രെയിൻ വരാനായിട്ട് സമയമാകുമ്പോൾ ഇദ്ദേഹം ഈ റെയിൽവേ പാലം കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള യന്ത്രം ഓൺ ചെയ്യുന്നു. അപ്പോൾ അത് കുറേ ഇദ്ദേഹം ശ്രമിച്ചിട്ടും ഈ പാലം കൂടി യോജിക്കുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ദൂരത്തേക്ക് നോക്കുമ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ആകെ കൺഫ്യൂഷനാകുകയാണ്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ താഴേക്ക് ഇദ്ദേഹം ഓടിച്ചെല്ലുകയാണ്, ഈ റെയിൽവേ പാളത്തിനടുത്തേക്ക് ഓടിച്ചെല്ലുക എന്താണെന്ന് നോക്കാൻ. അപ്പോൾ ഇതേ സമയം തന്നെ സിനിമയിൽ മറ്റൊരു രംഗം കാണിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഏക മകനോട്, ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിനോട് പപ്പയെ നോക്കിയിട്ട് പപ്പയെ വിളിച്ചിട്ട് വരാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുമോൻ പപ്പയെ വിളിക്കാനായിട്ട് വരുന്നു. ഇയാൾ കൂടി യോജിക്കാത്ത റെയിൽവേ പാളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ട്രെയിൻ വരുന്നു, വേറൊരു സൈഡിൽ നിന്ന് ഇയാളുടെ മോൻ ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരികയാണ്. ഇത് രണ്ടും കൂടി കാണാൻ നേരത്ത് ഇയാൾക്ക് ഭയങ്കരമായ ആശങ്ക വരിക. എന്താ ചെയ്യേണ്ടത്? മോനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ അപകടത്തിലാവും. ട്രെയിൻ അപകടത്തിലാകാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മോൻ്റെ ജീവിതം നഷ്ടപ്പെടും. ഇയാൾ നോക്കുമ്പോൾ അടുത്തൊരു വലിയൊരു കമ്പി കിടപ്പുണ്ട്. അതെടുത്തിട്ട് ഇയാൾ പാളം വളരെ ബലം പ്രയോഗിച്ച് ഇയാൾ നേരെയാക്കുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ട്രെയിൻ ഒരു പ്രശ്നമില്ലാതെ ഓടിപ്പോകും. അതല്ല എങ്കിൽ ട്രെയിൻ അപകടത്തിലാവും. മോൻ ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംശയാസ്പദമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. ട്രെയിനിലുള്ള ആയിരങ്ങളാണ്, അവർക്ക് വേണ്ടിയിട്ട് ഇയാളുടെ കുഞ്ഞിനെ ഇയാൾ ബലിയാക്കാനായിട്ട് തീരുമാനിക്കുക. കുഞ്ഞ് നഷ്ടപ്പെടണമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, ട്രെയിനിലുള്ള ആയിരങ്ങളെ കൊലക്ക് കൊടുക്കാനായിട്ട് ഇയാൾ കൂട്ടാക്കുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ ഇഷ്ടമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ വളരെ വിഷമത്തോടെയാണെങ്കിലും ഈ ആയിരങ്ങൾക്ക് വേണ്ടി ഇയാൾ കുഞ്ഞിനെ നോക്കാതെ ഈ കമ്പി കൊണ്ട് ഈ റെയിൽവേ പാളം ബലമായിട്ട് പിടിച്ചു വെക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കടന്നു പോകുന്നു. ഇദ്ദേഹം നിറമിഴികളോടെ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് യാത്രയാക്കുന്നു. പ്രിയമുള്ളവരെ,
ട്രെയിനിലുള്ള ആരെങ്കിലും അറിഞ്ഞോ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ ഒരപ്പൻ ബലിയാക്കിയെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. അവരിത് അറിയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം അല്ലേ ആ കുഞ്ഞിനോടും ആ അപ്പയോടും എന്തുമാത്രം കടപ്പാടുണ്ടാകും അല്ലേ? ഇതുപോലെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ, നമ്മുടെ ജീവന് വേണ്ടി സ്വന്തം പുത്രനെ ബലിയാക്കി എന്ന് പറയുന്നൊരു വചനം ബൈബിളിലുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വചനം ഒന്ന് എല്ലാവർക്കും ഏറ്റുപറയാം. ഒന്ന് പറഞ്ഞേ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രനെ നമുക്കായിട്ട് മരിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഏകപുത്രനെ നമുക്ക് വേണ്ടി മരിക്കാൻ വിട്ടുകൊടുക്കാൻ മാത്രം അത്രയ്ക്ക് വിലപ്പെട്ടവരാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും. വി ആർ പ്രഷ്യസ്. നമ്മൾ അമൂല്യരാണ്. നമ്മളെ ഒരു വിലയ്ക്കും കൊള്ളില്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് പുത്രനെ അയക്കുമോ? അപ്പോൾ ദൈവം തൻ്റെ ഏകപുത്രനെ അയച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലുള്ള നമ്മളെല്ലാവരും പ്രഷ്യസ് ആണ്, ദൈവത്തിന് അമൂല്യരാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിൽ സെയിൻറ്റ് പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ആ വചനം കേൾക്കാം. റോമ 5, 7, 8 വാക്യങ്ങൾ. നീതിമാന്മാർക്ക് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സെയിൻറ്റ് പോൾ പറയുകയാണ്, നീതിമാന് വേണ്ടി പോലും ആരും മരിക്കാൻ തയ്യാറാകുന്നത് പ്രയാസമാണ്. അതായത് നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? നല്ല മനുഷ്യൻ അല്ലേ? ഒരു നീതിയുള്ള മനുഷ്യന് വേണ്ടി പോലും ആരും മരിക്കാത്ത ഈ സമയത്ത് നമ്മൾ പാപികളായിരിക്കെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മളുള്ള സ്നേഹം പ്രകടമാക്കി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്യുന്ന പാപം പോലും കണക്കിലെടുക്കാതെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിലപ്പെട്ടവരല്ലേ? ഞാനൊരു കഥ ഓർക്കുകയാണ്. മനു എന്ന് പറയുന്നൊരു കുട്ടി, അവൻ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ അവൻ്റെ അപ്പ അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു വീട്ടിൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഇവനെയും കൂട്ടിക്കൊണ്ട് പോകും. ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൻ കാണുന്ന അവിടെ ഒരു അമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ മാസവും ഇവൻ്റെ ഡാഡി കുറേ സാധനങ്ങളും പൈസയൊക്കെ കൊണ്ടേ കൊടുക്കും. അപ്പം ഇവൻ വിചാരിക്കുന്നത് അവരൊരു പാവപ്പെട്ട വീടായതുകൊണ്ട് ഇവൻ്റെ ഡാഡി അവരെ സഹായിക്കുകയാണ്. അപ്പോൾ ഇവൻ കുറേ അങ്ങ് വലുതായി തുടങ്ങി കഴിഞ്ഞപ്പോൾ 5-ലും 6-ലും ഒക്കെ ആയപ്പോൾ പറഞ്ഞു, ഡാഡി ഇനി ഞാൻ വരുന്നില്ല, ഡാഡി കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ എന്നാലും ഡാഡി ഇവനെ നീയും വരണം, നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഇവൻ 9-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ദിവസം ഡാഡിയോട് ചോദിച്ചു, ഡാഡി എന്തിന് എല്ലാ മാസവും ഈ വീട്ടിൽ നമ്മൾ പോവുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, ഇത്രയും നാളും ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ അവൻ ആകാംക്ഷയായി. മനു ചോദിച്ചു, എന്താ ഡാഡി അത്? അപ്പോൾ ഡാഡി പറഞ്ഞു, നീ കുഞ്ഞായിരുന്ന സമയത്ത്, നിനക്ക് 3 വയസ്സുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് മമ്മിയും ഡാഡിയും മനുവും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോയിട്ട് തിരിച്ചു പോരാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നീ ഇങ്ങനെ കളിച്ച് അറിയാതെ ഒരു കാറിൻ്റെ മുമ്പിലേക്ക് ഓടിപ്പോയി. അന്നേരം ഞാനും മമ്മിയും അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ അടുത്ത് നിന്ന് വേറൊരു ചേട്ടൻ ഇത് നീ ഓടിപ്പോകുന്നത് കണ്ടിട്ട് വേഗത്തിൽ നിന്നെ എടുക്കാനായിട്ട് അയാൾ ഓടി, നിന്നെ തട്ടി മാറ്റി. പക്ഷേ ആ മനുഷ്യൻ്റെ മേലെ കൂടെ കാറ് കയറിപ്പോയി. അങ്ങനെ അദ്ദേഹം മരിച്ചു. ഇപ്പം നിന്നെ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അതാരാണെന്ന് നിനക്കറിയാവോ? മനു പറഞ്ഞു, എനിക്കറിയില്ല. നമ്മൾ പോകുന്ന വീട്ടിലെ
ഡാഡിയാണത്. നിനക്ക് വേണ്ടിയാണ് ആ ഡാഡി മരിച്ചത്. അന്ന് തൊട്ട് ഈ വീടിന് ഡാഡി ഇല്ലാതായി. അങ്ങനെ നിനക്ക് വേണ്ടി മരിച്ചൊരു വീടിനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നിനക്ക് സങ്കടമാണോ സന്തോഷമാണോ? മനുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എനിക്ക് വേണ്ടി മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ പപ്പ എല്ലാ മാസവും ഹെൽപ്പ് ചെയ്യുന്നത്. മനു പറഞ്ഞു, പപ്പ ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഞാനും അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. എനിക്ക് പപ്പ തരുന്ന പോക്കറ്റ് മണി ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നല്ലോ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ കഥയിലൂടെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടി മരിക്കാൻ മാത്രം അത്രയ്ക്ക് വിലയുള്ളവരായിട്ട് ഈശോ നമ്മളെ കണ്ടു. നമുക്ക് ഒരുമിച്ച് പറയാം, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. നമ്മൾ അമൂല്യരായതുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. ഈ സത്യം എൻ്റെ മക്കൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ധ്യാനമൊന്നും കൂടുന്നതിന് മുമ്പ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈശോയുടെ സ്നേഹം അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്നെ ധ്യാനത്തിന് കൊണ്ടുവന്നത്. ധ്യാനത്തിൽ വെച്ചാണ് ഈശോ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ അറിയുന്നു. അതിനു മുമ്പ് വരെ എൻ്റെ അവസ്ഥ, എനിക്ക് വളരെ നിരാശയും ദുഃഖവും, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തയും, എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഞാൻ ആരുമില്ലാത്തവനെ പോലെയാണ് എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ആ ധ്യാനത്തിലെ ഒരു ആരാധന സമയത്ത് ഒരു വചനം എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. അതിങ്ങനെയാണ്: പെറ്റമ്മയ്ക്ക് തൻ്റെ പുത്രനോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തിന് പ്രഷ്യസാണ്. പ്രിയമുള്ള മക്കളെ, അതറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മൾ ആരും വിലയില്ലാത്തവരല്ല. ആരെല്ലാം നമ്മളെ വിലയില്ലാത്തവരായി കണ്ടാലും, ആരെല്ലാം നമ്മളെ വില കുറച്ച് കാണിച്ചാലും, ദൈവം നമ്മളോട് പറയും, നീ എനിക്ക് വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. നമുക്കൊരു വചനം കൂടി കേൾക്കാം. എഫേസൂസ് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നാം ജീവിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. കൊള്ളാം. നമുക്കൊന്നുകൂടി അത് ഏറ്റു പറയാം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എന്തുമാത്രം പാപം ചെയ്താലും, എന്തുമാത്രം അനുസരണക്കേട് കാണിച്ചാലും, ദൈവം പറയുന്നു, നീ എനിക്ക് വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. അത് കർത്താവിൻ്റെ സ്നേഹമാണ്. അങ്ങനെ തൻ്റെ കൃപ കൊണ്ട് അവിടെ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കഥ കൂടി ഓർക്കുന്നു. ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ, അവൻ്റെ കുഞ്ഞുനാൾ തൊട്ട് അവൻ്റെ അമ്മയുടെ കൈ രണ്ടും പൊള്ളലേറ്റിട്ട് വികൃതമായിട്ടിരിക്കുന്നവൻ കാണുന്നുണ്ട്. ഇവൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ മമ്മിയുടെ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പൊള്ളലേറ്റതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10-ാം ക്ലാസ്സിൽ അവൻ്റെ സ്കൂളിലൊരു മീറ്റിങ്ങിന് പാരൻസ് ചെല്ലേണ്ട സമയമായപ്പോൾ മമ്മി ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മമ്മി വരണ്ട. മമ്മി ചോദിച്ചു, എന്താ കാര്യം? അല്ല, മമ്മി വരണ്ട, ഡാഡി വന്നാൽ മതി. ഇപ്പോൾ ഡാഡിക്ക് അന്ന് ജോലിക്ക് പോകണം. അപ്പോൾ ഡാഡി പറഞ്ഞു, എന്തായാലും മമ്മിക്കേ വരാൻ പറ്റുള്ളൂ, മമ്മി വരും. അപ്പോൾ ഇവനെ ബഹളം വെച്ചു. അവസാനം മമ്മി നിർബന്ധമായിട്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് മമ്മി വരണ്ടെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മമ്മിയുടെ വികൃതമായി കൈകൾ കണ്ടാൽ എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കും. മമ്മിയുടെ കൈ ആകെ വികൃതമാണ്, പൊള്ളലേറ്റ്. അതുകൊണ്ട് മമ്മി വരണ്ട. മമ്മി അങ്ങ് കരയാൻ തുടങ്ങി. എന്നിട്ട് മമ്മി ഒരു സത്യം ഇവനോട് പറഞ്ഞു, ഇത്രയും നാൾ മോനെ നിന്നോട് പറയാതിരുന്നൊരു സത്യമുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ നോക്കി എന്താണതെന്ന് അറിയാനായിട്ട്. മമ്മി പറഞ്ഞു, നീ കുഞ്ഞായിരുന്ന സമയത്ത്, നിനക്ക് ഓർമ്മയില്ല, നീ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്ന സമയത്ത് ചായ തിളപ്പിച്ച് വെച്ചിരുന്നു അടുക്കളയിൽ. നീ പോയി അത് ഇങ്ങനെ ഇരുന്ന സ്ഥലത്തു നിന്ന് തട്ടി മറിച്ചിട്ടപ്പോൾ
നിനക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ ഞാൻ ഓടി വന്ന് ഈ ചായപാത്രം കയറി പിടിച്ചപ്പോൾ തിളച്ച ഈ ചായ മുഴുവൻ എൻ്റെ കൈകളിൽ വീണ് അങ്ങനെ നിനക്ക് വേണ്ടി പൊള്ളലേറ്റതാണ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ കരഞ്ഞുപോയി. അമ്മയുടെ കൈ ഇങ്ങനെ വികൃതമായത് എനിക്ക് വേണ്ടിയാണ്. ഇതറിഞ്ഞപ്പോൾ തൊട്ട് അവൻ അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്, നമുക്ക് വേണ്ടിയാണ് അവൻ ജീവൻ ബലിയാക്കിയത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത്. എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മളെ നിരന്തരം സ്നേഹിക്കുന്നു. ഈ സത്യം അറിയുമ്പോൾ നമ്മുടെ മനസ്സിലും ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കും. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രമാത്രം നമുക്ക് വേണ്ടി സ്വന്തം ശരീരം വികൃതമാക്കാനും ഇത്രമാത്രം സ്നേഹത്തോടെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്താനും കാരണം എന്താണ്? നമ്മൾ ഓരോരുത്തർ ഈശോയ്ക്ക് വിലയുള്ളവരാണ്, അമൂല്യരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇനി ഒരിക്കലും നിരാശപ്പെടരുത്. ഞാൻ ഓർക്കുന്നു, ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഷെയറിങ്ങിന് വന്നപ്പോൾ അവൻ എൻ്റെ അടുക്കൽ പറഞ്ഞു, ചേട്ടാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ്റെ പപ്പ ഡോക്ടറാണ്, അമ്മ എൻജിനീയറാണ്, വളരെ നല്ല കുടുംബത്തിൽ പെട്ട ഒരു കുഞ്ഞു പയ്യൻ. എന്നിട്ട് ഈ കുട്ടി ഇരുന്ന് കരയുകയാണ്. ആരും എന്നോടൊപ്പം ഇരിക്കുന്നില്ല, പപ്പയ്ക്ക് തിരക്കാണ്, മമ്മിക്ക് തിരക്കാണ്, അനിയനോടാണ് എല്ലാവർക്കും സ്നേഹം. അപ്പോൾ ഒരു കുഞ്ഞു അനിയനുണ്ട് അവന്. അപ്പം ഞാൻ പറഞ്ഞു, ആരാ നിന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത്? അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ നിന്നോട് സ്നേഹമുണ്ട്, നിനക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി വളരെ വേഗത്തിൽ നിനക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയ വേറൊരാളുടെ സ്നേഹമുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ കണ്ണ് മിഴിച്ച് എന്നോട് നോക്കി, എന്താണതെന്ന്. ഞാൻ പറഞ്ഞു, മോനെ, ഈശോ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. എന്നിട്ട് കുറേ അധികം നേരം ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ, ഇവൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ സ്നേഹം അയക്കണമേ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞു കൊടുത്തു. മോനെ, ഈശോ നിനക്ക് വേണ്ടി മരിച്ചത് നീ വിലയുള്ളവനായതുകൊണ്ടാണ്, നീ ആരുമില്ലാത്തവനല്ല. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഒരാൾ തയ്യാറായിട്ടുണ്ട്. അത്രമാത്രം വലുതാണ് ഈശോയുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ്റെ കണ്ണു നിറഞ്ഞു, ഇവന് സന്തോഷം വരാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഇനി ആരും എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, കാരണം ആരെന്നെ സ്നേഹിക്കുന്നുണ്ട്? ഈശോ എന്നെ സ്നേഹിക്കും. നമുക്കൊരു വചനം കൂടി കേൾക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈശോയെ സ്നേഹിച്ചു എന്നതിലല്ല, പിന്നെ എന്താണ്? അവൻ നമ്മളെ സ്നേഹിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഡെഫിനിഷൻ സ്നേഹത്തിന് വായിച്ചു ഓർക്കുകയാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന അർത്ഥം. സ്നേഹം സമം മരണം. അതിൽ വലിയ സ്നേഹമില്ല, അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. അതുകൊണ്ട് ഈശോ പറയുന്നത്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയിടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ ഏറ്റവും വലിയ സ്നേഹമാണ് ഈശോ നമുക്ക് വേണ്ടി കാണിച്ചത്. കാരണം നമ്മളെല്ലാവരും അവിടത്തേക്ക് പ്രഷ്യസാണ്. നമ്മൾ വിലയുള്ളവരായതുകൊണ്ടാണ് ജീവൻ കൊടുത്തും നമ്മളെ അവിടുന്ന് സ്നേഹിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആരെങ്കിലും എനിക്കൊരു വിലയുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെയെല്ലാം കുഞ്ഞുമക്കളോട് സംസാരിക്കുന്നു. എനിക്ക് നീ വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുപറയാം. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരും വിലയുള്ളവരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ആ പാട്ടിൻ്റെ വരികൾ ഒരിക്കൽ കൂടി പാടാം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാണ്. ഭയ
ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രിയമുള്ളവരെ, ഗോഡ്സ് വേഡ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലയുള്ളവരാണ് എന്ന ചിന്തയാണ്. ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവൻ്റെ ജീവനെ ബലിയാക്കി നൽകാൻ അത്രമാത്രം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും നിരാശപ്പെടാതെ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കി നമുക്ക് യാത്ര തുടരാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.